ഇന്നൊരു ചെറിയ പരീക്ഷണമാണ്. ഇന്ന് ഈ ഒരു ഇതെല്ലാം നല്ലോണം കളറ് ഇളകുന്ന ഡ്രസ്സാണ് കേട്ടോ. അപ്പം അതൊന്ന് കളർ ക്യാച്ചർ വെച്ചിട്ട് ഒന്ന് വാഷ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ മുമ്പും കളർ ക്യാച്ചർ വെച്ചിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്, പക്ഷേങ്കിലും അതിൽ വൈറ്റ് കളർ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ്. അപ്പം ഈ വൈറ്റിലേക്ക് ഈ കളർ ക്യാച്ചർ പിടിക്കുമോ അതോ തീരെ പിടിക്കില്ല എന്ന് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഡ്രസ്സ് മൊത്തം കളറിളകുന്ന ഡ്രസ്സാണ്. അപ്പോൾ ഞാനൊന്ന് വാഷ് ചെയ്യാൻ വേണ്ടി ഇടുന്നുണ്ട്. ഇനി ഇതിലോട്ട് കളർ ക്യാച്ചറിൻ്റെ ഒരു ഷീറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുമ്പും ഇതുപോലെ ഞാൻ വാഷ് ചെയ്തതാണ്, പക്ഷേങ്കിലും അതിലൊന്നും വൈറ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൽ കളറൊന്നും അങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഓക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ ഈ വൈറ്റ് ഇട്ടിട്ട് നമ്മൾ വാഷ് ചെയ്യുമ്പം ഓക്കെ ആണോ എന്നൊന്നും അറിയണമല്ലോ. പിന്നെ നമ്മളധികവും മെഷീനിലാണ് വാഷ് ചെയ്യുന്നത്, അപ്പോൾ അധികം പേരും. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ചിട്ടിട്ട് വാഷ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണല്ലോ. എങ്കിൽ നമ്മുടെ കറണ്ട് ബില്ലും അധികം അത്യാവശ്യം കുഴപ്പമുണ്ടാവില്ല. അപ്പം വൈറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അതിൽ കളറ് പിടിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു പരീക്ഷണം നടത്തി നോക്കുകയാണ്. അപ്പോൾ ഒരു ഷീറ്റ് ഞാൻ ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് വാഷ് ചെയ്ത് നോക്കാം. പിന്നെ ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും അങ്ങനെ വാഷ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് റിൻസ് ചെയ്തിട്ട് എടുക്കുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ പുതിയ ഡ്രസ്സ് ഞാൻ വാഷിംഗ് മെഷീനിൽ തന്നെ കുറേ അലക്കാറുണ്ട് കേട്ടോ. അപ്പം അധികവും ചിലപ്പം ഫെയ്ഡായി പോവും. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് റിൻസ് ചെയ്തിട്ടാണ് ചിലപ്പം ഇങ്ങനെ ചെയ്യാറ്. പിന്നെ അധികം കളർ ഇളകുന്ന ഡ്രസ്സാണെങ്കിൽ അത് ഷാമ്പൂ വാഷ് ചെയ്യാണ് ചെയ്യുന്നത്, അത് മെഷീനിൽ ഇടാറില്ല. അപ്പം ജസ്റ്റ് ഒരു കംഫർട്ട് സ്മെല്ലിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡിറ്റർജൻ്റ് ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പം വാഷ് ചെയ്ത് വന്നിട്ട് ഞാൻ അതിൻ്റെ റിസൾട്ട് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇൻട്രസ്റ്റാണ് ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയണമല്ലോ. അപ്പം ഇനി വൈറ്റിൽ എങ്ങാനും കളറ് മൊത്തം ആയിട്ടുണ്ടോയെന്നും അറിയില്ല, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എൻ്റെ പിങ്ക് ഷോള് ഞാനിതിൽ ഇട്ടിട്ടുള്ളത് മൊത്തം കളറ് നന്നായിട്ട് ഇളകും കേട്ടോ. അപ്പോൾ നല്ല കളർ ഇളകും. അതുപോലെ ആ ഒരു ബ്ലൂ കളർ ഡ്രസ്സിൻ്റെ ആ ഒരു കോട്ടും നന്നായിട്ട് കളർ ഇളകുക. അപ്പോൾ ഇതാ ഞാൻ വൈറ്റ് എടുത്ത് നോക്കിയപ്പം ചെറിയൊരു മങ്ങലുണ്ട് കേട്ടോ. ആ ഒരു പിങ്ക് കളർ ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്, പക്ഷെങ്കിലും കുഴപ്പമില്ല, വലുതായിട്ടൊന്നും അറിയില്ല കേട്ടോ. എന്നാലും നമ്മൾ വൈറ്റ് ഡ്രസ്സ് നല്ല പ്യുവർ വൈറ്റൊക്കെ ആണെങ്കിൽ അത്യാവശ്യം അറേഞ്ച് ചെയ്യും. അപ്പം ആ ഒരു ബ്ലൂ കളറ് പിടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ആ ഷീറ്റ് ഒന്ന് എടുത്തു നോക്കിയപ്പം അത് നന്നായിട്ട് ബ്ലൂ കളറാണ് കേട്ടോ പിടിച്ചിരിക്കുന്നത്. അപ്പം എന്തായാലും അങ്ങനെ വൈറ്റ് അങ്ങനെ വിശ്വസിച്ച് ഈ ഒരു കളർ ക്യാച്ചിൽ പോകും തോന്നില്ല കേട്ടോ. നിങ്ങൾ ഈ കളർ ക്യാച്ചർ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്തിട്ടുണ്ടോ വൈറ്റ് എല്ലാം? എന്നെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ.